സോ ഗൈസ് വെൽക്കം ബാക്ക്. നല്ല നോയ്സ് ഐസൊലേഷൻ ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഉറച്ചായിരിക്കും സംസാരിക്കുന്നത്. നോയ്സ് ഐസൊലേഷൻ നല്ലപോലെ ഉണ്ട്. ബാക്ക്ഗ്രൗണ്ടിലുള്ള സൗണ്ട് ഒക്കെ ചെറിയ കുറച്ചിട്ട് സംസാരിക്കുന്ന സൗണ്ട് നല്ലപോലെ കേൾക്കുന്നുണ്ട് കേട്ടോ. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു റിവ്യൂ വീഡിയോ ആണ് കേട്ടോ. സോ നമുക്ക് നേരെ അൺബോക്സിംഗിലോട്ട് തന്നെ പോകാൻ മുമ്പേ ഈ ഒരു സാധനത്തിനെ പറ്റി വേറെ കുറച്ച് കാര്യം നിങ്ങൾക്ക് ഉപകാരമുള്ളത് കൂടെ പറയാണ്ടേ. അതൊന്ന് കണ്ട് നോക്ക്. ഇറ്റ്സ് നോട്ട് എ പ്രൊമോഷൻ വീഡിയോ. ഒരു ഗീവ് അവേ വീഡിയോ ആയിട്ട് നിങ്ങൾ കണക്കാക്കണ്ട. കാരണം നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്ത് നമ്മളിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ ഒരു ജെന്യുവിൻ റിവ്യൂ മാത്രം പ്രതീക്ഷിക്കുന്ന കുറച്ചധികം ആൾക്കാരുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വന്നിരുന്നിട്ട് നിങ്ങൾ ഫോളോ ചെയ്യൂ, 5 വരെ മെൻഷൻ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് അങ്ങനെ കൊടുത്ത് കുറച്ച് ഫോളോവേഴ്സിന് അതിനകത്ത് ഉണ്ടാക്കാം. നമുക്ക് വരുമാനം വരുന്നത് യൂട്യൂബിലൂടെയാണ്. സോ യൂട്യൂബിനകത്തുള്ള കുറച്ച് ആൾക്കാർക്ക്, യൂട്യൂബിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്ക് എന്ന് തരാമെന്ന് വെച്ചു. ഞാൻ വലുതായിട്ട് ഹെഡ്ഫോൺസ് ഒന്നും അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. എന്നാലും റിവ്യൂവിന്റെ ഭാഗമായിട്ട് നമ്മൾ കുറെ അധികം യൂസ് ചെയ്യാറുണ്ട്, ജെന്യുവിൻ റിവ്യൂസ് പറയാറുണ്ട്. കുറെ അധികം ആൾക്കാർക്ക് അത് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ നോക്കി വാങ്ങിച്ചിട്ട് നല്ലതാണെന്ന് പറഞ്ഞ് മെസ്സേജ് ഒക്കെ അയക്കാറുമുണ്ട്. ഈ ഒരു റെഡ് ഗിയറിന്റെ ഒരു ഹെഡ്ഫോൺ ആണെങ്കിലും നമ്മുടെ എയർപോർട്സിന്റെ വീഡിയോസ് ഒക്കെ ആണെങ്കിലും അതിനകത്ത് വരുന്ന കമന്റ് എന്ന് പറഞ്ഞാൽ IEM ഒരു ബെസ്റ്റ് IEM സജസ്റ്റ് ചെയ്യാമോ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. കാരണം കുറെ അധികം ക്രിയേറ്റേഴ്സ് ഇപ്പം, അതായത് ഗെയിമിംഗ് കോണ്ടന്റ് ചെയ്യുന്നത്, ലൈവ് സ്ട്രീം ചെയ്യുന്നത്, അങ്ങനെയൊക്കെ കുറെ അധികം ആൾക്കാർ വരുന്നുണ്ട്. ഗുഡ് തിങ്. നിങ്ങൾക്ക് നല്ലപോലെ കാശ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾ കോണ്ടന്റുകൾ ചെയ്യുക. യൂസ് യുവർ ബ്രെയിൻ ആൻഡ് ഡു വീഡിയോസ്. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റും. ഈ ഒരു സാധനം അൺബോക്സിംഗ് ആണ്. എന്തായാലും ഇത് വലിച്ച് പൊട്ടിച്ച് കഴിഞ്ഞു. പൊട്ടിക്കുമ്പോൾ നമുക്ക് ഈ ഒരു കുഞ്ഞൻ പെട്ടിക്കകത്താണ് ഈ ഒരു സാധനം വന്നത്. നിങ്ങൾക്ക് ഇത് കിട്ടാനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 999, അതായത് 999 ലൈക്ക്, 999 ലൈക്ക് ഈ വീഡിയോയ്ക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരാൾക്ക് ഈ ഒരു സാധനം ഞാൻ തരുന്നതായിരിക്കും. അതെന്തായാലും വീഡിയോ ഇട്ട് കുറച്ച് കഴിയുമ്പോൾ ആ ഒരു ലൈക്ക് വരുന്നതാണ്. സോ നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം നെയിം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് വരുന്ന കമന്റിലുള്ള ആൾക്ക് ഇൻസ്റ്റാഗ്രാമിനകത്ത് ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ട് നിങ്ങളുടെ അഡ്രസ്സ് മേടിച്ചിട്ട് ഈ ഒരു സാധനം ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. കോൺസെപ്റ്റ് കാർട്ട് എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിന്റെ IEM, അതായത് കോൺസെപ്റ്റ് കാർട്ട് KZ, അതായത് EDX Pro എന്നുള്ള ഒരു മോഡലാണ് കേട്ടോ. ഇത് വരുന്നത് 3.5mm ഒരു ജാക്കാണ് ഇതിനകത്ത് വരുന്നത്. ഗോൾഡൻ പ്ലേറ്റഡ് ഒക്കെ ആയിട്ടുള്ള ഒരു ജാക്കാണ്. അതായത് ലോങ് ടൈം യൂസിനൊക്കെ അത്യാവശ്യം നല്ല സാധനം കേട്ടോ. ഇപ്പം ഹെഡ്ഫോൺസ്, ഇയർഫോൺസ്, ബ്ലൂടൂത്ത്, എയർപോർട്സ് എന്നൊക്കെ നിങ്ങൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ 3 കൊല്ലമൊക്കെ കഴിയുമ്പം ചാർജ് ഒക്കെ നിൽക്കാതാവും. എൻ്റെ ഒരു റിയൽമിയുടെ ഒരു സാധനം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം വാങ്ങിച്ചൊരു സാധനം 2500 രൂപയ്ക്ക് എന്തോ മേടിച്ച സാധനമാണ്. സ്റ്റിൽ എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ബാറ്ററി ചാർജ് അത് പെട്ടെന്ന് കുറയണുള്ളതുകൊണ്ടാണ് ഞാൻ എഡിറ്റിങ്ങിനൊന്നും യൂസ് ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ എഡിറ്റിങ്ങിനൊക്കെ സ്പീക്കറിലിട്ട് തന്നെയാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഫോൺ വെച്ച് ഞാൻ വലുതായിട്ട് എഡിറ്റ് ചെയ്യാറില്ല. ഇത് എന്തിനു യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ മൈക്ക് അത്യാവശ്യം നല്ല മൈക്കാണ് കേട്ടോ. നമ്മുടെ ഡിസ്കോഡിലൊക്കെ സംസാരിക്കാനാണെങ്കിലും ഗെയിമിംഗ് കോണ്ടന്റിൽ വീഡിയോസ് ഒക്കെ റെക്കോർഡ് ചെയ്യാനായിട്ട്, ഓഡിയോ എടുക്കാനായിട്ടും ഈ മൈക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് കിട്ടാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ 999 ലൈക്ക് വരുമ്പോഴത്തേക്കും നിങ്ങളുടെ ഏത് ഇൻസ്റ്റാഗ്രാം പേരിലാണ് കൂടുതൽ ലൈക്ക് വന്നിരിക്കുന്നത് എന്നുള്ളത് ആ ഒരു ലൈക്കിലുള്ള ഒരാൾക്ക് ഈ സാധനം ഞാൻ അയച്ചു തരും. അത്രേ ഉള്ളൂ പരിപാടി. വലിയ ക്രൈറ്റീരിയ ഒന്നുമല്ല. നമ്മുടെ ചാനൽ മുമ്പേ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കമന്റ് ഇടാൻ പറ്റും. പുതിയതായിട്ട് പറഞ്ഞവരാണെന്നുണ്ടെങ്കിലും വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈ സാധനം കിട്ടും. സോ ഒരു കുഞ്ഞൻ പെട്ടിക്കകത്ത് വരുന്ന ഈ സാധനം അൺബോക്സ് ചെയ്യാൻ പോകുന്നത് 3.5mm ഒരു ജാക്കാണ് ഇതിനകത്ത് വരുന്നത്. ആ ഒരു 3.5mm ജാക്ക് വരുന്നതിന് ഒരു 500 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് USB-C ജാക്ക് കിട്ടും. മനസ്സിലായില്ലേ? USB-C ജാക്ക് കിട്ടും. അല്ലെങ്കിൽ ഇതുപോലൊരു സാധനം മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും കണക്ട് ചെയ്യാം. ഇത് ഞാൻ ഫോൺ വാങ്ങിച്ചപ്പോൾ, അതായത് 14 Pro Max മേടിച്ചപ്പോൾ മേടിച്ച സാധനമാണ്. 900 രൂപയാണ് ഇതിന്റെ വില. അന്ന് ഞാൻ മൈക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ് കേട്ടോ, ഒരു 4 വർഷം മുമ്പ്. അതെനിക്ക് ഇപ്പോഴും ഉപയോഗമായി. മൈക്ക്, വയർലെസ് മൈക്കൊക്കെ വന്നതുകൊണ്ട് അതിൻ്റെ കൂടെ തന്നെ ആ ഒരു അഡാപ്റ്ററൊക്കെ ഉള്ളതുകൊണ്ട്, റിസീവറൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. അല്ലാതെ വയർ വെച്ച് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം വരണം. ഇത് Lightning to 3.5mm ആണ് കേട്ടോ വരുന്നത്. കണ്ടോ, Lightning to 3.5. നിങ്ങൾക്ക് ബ്ലർ ആവുന്നുണ്ടോ? 3.5mm C വരുന്നതൊക്കെ ഉണ്ട്. അതൊക്കെ കുറച്ച് പൈസയ്ക്കും കിട്ടും. ഐഫോണിൻ്റെ ഒക്കെ വരണമെങ്കിൽ ഇപ്പം 1000 രൂപ ഒക്കെ കൊടുക്കണം കേട്ടോ. അതാണ് നല്ല ക്വാളിറ്റി സാധനം. മൈക്കിനും ഹെഡ്ഫോൺസിനും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അത് നമുക്ക് ഇവിടെ വയ്ക്കാം. ഇതെനിക്കിപ്പോൾ ഉപയോഗമാകും കേട്ടോ. ദെൻ നമുക്ക് ഇതിനകത്ത് വേറെ എന്തുണ്ടെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇംഗ്ലീഷിലും ചൈനയുടെ ഭാഷയിലും എഴുതിയിട്ടുണ്ട്. ചൈനയുടെ ഭാഷ ചൈനീസ് എന്നൊന്നും ആരും പറയില്ലേ. ചൈനീസ് അല്ല. അതിനെപ്പറ്റിയൊക്കെ അറിയാമെന്നുള്ളവർ കമന്റ് ചെയ്തേരെ. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനം നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്യാം. ഇതിങ്ങനെ ഇതാക്കണ സമയത്ത് തന്നെ ദാണ്ട ഇറങ്ങി വരണ സാധനം കണ്ട. ഇതിനകത്ത് വേറെ ഒന്നുമില്ല കേട്ടോ, പോയി കവർ. ഇതാണ് കോൺസെപ്റ്റ് കാർട്ട് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ IEM. ഇതിന്റെ ആ ഒരു എർഗണോമിക്സ് ഒക്കെ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. അതിന്റെ ലുക്ക് നോക്കിയാണ്. അതിന്റെ ക്ലോസ് റേഞ്ച് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിന്റെ ക്ലോസ് എന്തായാലും കാണിച്ചു തരാം. ഈ ഒരു ഭാഗം, ആ ഒരു ഭാഗത്തിരിക്കാൻ കണക്കാക്കിയാണ് അവരിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഭയങ്കര രസമാണ് കേട്ടോ ചെവിയിലിരിക്കുമ്പോൾ. നമ്മൾ അതിനെ എടുത്ത് ഇങ്ങനെ മാറ്റുന്ന സമയത്ത് ഇതിനകത്ത് വേറെ എന്തൊക്കെ വരുമെന്ന് പറഞ്ഞാല്, ലാർജ് ഉണ്ടല്ലോ, ലാർജ് ചെവിയിൽ വയ്ക്കുന്ന ലാർജ് ബഡ്, ബുള്ളറ്റ് എന്നൊക്കെ പറയും. സ്മോൾ ബഡ് ഉണ്ടാ, മീഡിയം ബഡ് ഇതിനകത്താണ് ഇരിക്കുന്നത് കേട്ടോ. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് വേണ്ടത് സ്മോൾ ബഡ് ആണ്. അപ്പൊ
ഇത് ഊരിയിട്ട് നമുക്ക് സ്മോൾ ബഡ് ഇടണം. ദെൻ ഇതിനകത്തുള്ളത് ഒരു യൂസർ ഇൻഫോ കേട്ടോ. നമ്മുടെ നെയിം, പർച്ചേസ് ചാനൽ, ഓർഡർ നമ്പർ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്താ വാറണ്ടിക്ക് കൊടുക്കാനായിട്ടുള്ള യൂസർ മാനുവലും യൂസർ ഇൻഫോ ആൻഡ് വാറണ്ടി കാർഡായിട്ടൊക്കെ വരുന്ന ഒരു സാധനമാണ്. വേറെ ഒന്നും ഇതിനകത്തില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു വയറാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനം. ഇത് കട്ടായി പോയാൽ നമുക്ക് ഹെഡ്ഫോൺ ഫുള്ളായിട്ട് മാറേണ്ട ആവശ്യം വരുന്നില്ല. ഇത് മാത്രമായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റും. എന്നും പറഞ്ഞ് ഇത് നമുക്ക് കുറച്ച് ക്വാളിറ്റിയിലാണോ വരുന്നതെന്ന് വെച്ചാൽ അങ്ങനെയല്ല, നല്ല ക്വാളിറ്റിയിൽ പറഞ്ഞ സാധനമാണ് കേട്ടോ. ഞാനിപ്പം കാണിച്ചു തരാം. ഇതാണ് സാധനം. ഞാനിത് വാങ്ങിച്ചിരിക്കുന്നത് ഒരു വൈറ്റ് കളർ പോലത്തെ ഒരു സാധനം, ട്രാൻസ്പെറൻ്റ് ആണ് കേട്ടോ ഈ സാധനം. ഇതിനകത്തിരിക്കുന്ന ആ ഒരു കോപ്പർ വൈൻഡിങ് പരിപാടി അതൊക്കെയാണ് ഇങ്ങനെ കളർ വ്യത്യാസമായിട്ട് കാണുന്നത്. നമുക്കിതാ ഇതിൽ മൈക്ക് ഇൻബിൽറ്റ് ആണ് കേട്ടോ. മൈക്കും കൂടെ ഉള്ളതാണ്. മൈക്ക് ഇല്ലാത്തത് നമുക്ക് മേടിക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ എൻഡ് വരുന്നത്. ഈ ഒരു എൻഡാണ് നമുക്ക് ചെവിയിൽ അവിടെ ഇങ്ങനെ കറങ്ങിയിരിക്കുന്ന സാധനം, മനസ്സിലായ? ഇതാണ് അതിൻ്റെ ആ ഒരു എൻഡ് വരുന്നത്. ഇത് കംപ്ലൈൻ്റ് ആയാൽ നമുക്ക് മേടിച്ച് മാറ്റാൻ പറ്റും കേട്ടോ. വേറെ മേടിച്ച് ഇതിനകത്തോട്ട് കണക്ട് ചെയ്യാൻ പറ്റും. കണക്ട് ചെയ്യണമൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് മൈക്ക് പറഞ്ഞ ഇതാണ് കേട്ടോ. ഇതിൻ്റെ മൈക്ക് ക്വാളിറ്റിയൊക്കെ നമുക്ക് കോളിലും ബാക്കി ഗെയിമിലൊക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കാം. പിന്നെ നമുക്ക് ഇവിടെ മറ്റൊരു വയറുണ്ട് കേട്ടോ, ഇത് ചുറ്റി വെച്ചേക്കുന്നത്. ഇതിൻ്റെ വയർ നമുക്ക് നൂത്താൽ എത്ര നീളമുണ്ട് എന്നുള്ളതും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇതിവിടെ വെക്കുന്നു. ഇത് നമ്മുടെ 3.5 mm ആ ഒരു ജാക്കാണ് കേട്ടോ വരുന്നത്. ഒരു 1.5 മീറ്ററോളം ഇതിൻ്റെ നീളം വരും. പിന്നെ റഫ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ഇത് യൂസ് ചെയ്യണത് എപ്പോഴും ഊരണം, വെക്കണം, അങ്ങനത്തെ പരിപാടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്ലൂടൂത്തിലോട്ട് തന്നെ പോകണതാണ് നല്ലത്. അല്ലാതെ നിങ്ങൾ ഒരിടത്ത് ഇരുന്ന് കൊണ്ട് സ്ട്രീം ചെയ്യാനും ബാക്കി പരിപാടിക്കൊക്കെ ഇതൊരു അത്യാവശ്യം നല്ല സാധനമാണ് കേട്ടോ. പിന്നെ ഇത് കണക്ട് ചെയ്യേണ്ട രീതി ഇത് കണ്ട, ഈ ഒരു സാധനത്തിൽ ഇതിങ്ങനെ നമ്മൾ കൊടുക്കും. ഇപ്പോഴെന്ന് പറഞ്ഞാൽ 3.5 mm കൊടുക്കാൻ പറ്റിയ ഫോണുകളൊന്നും ഇല്ല. ഇത് നമുക്ക് വേണമെങ്കിൽ ലാപ്പിലോ PC-ലോ എവിടെയൊക്കെ കൊടുത്ത് അങ്ങനെ സ്ട്രീം ചെയ്യാൻ പറ്റും. നമ്മൾ ചെവിയിൽ ഇരിക്കാൻ കംഫർട്ട് ഏതാണ്, അതായത് ഇത് മുകൾ വശം പറഞ്ഞ രീതിക്ക് ഇരുന്ന ഇതിങ്ങനെ കറക്റ്റിന് ഇരുന്നോളും. അതിനാണ് ലെഫ്റ്റും റൈറ്റും പറഞ്ഞത്. അല്ലെ ലെഫ്റ്റ് വെച്ചാലേ കിട്ടുള്ളൂ എന്നല്ല, താഴെ കറക്കി വെച്ചാലും ഒരു കുഴപ്പമില്ല. ഓക്കെ, ഇതിങ്ങനെ എടുക്കുന്നു, ആ പിന്നിൽ വെക്കുന്നു, കുത്തി അങ്ങോട്ട് ഇറക്കുന്നു. അത് ഇറക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഗോൾഡ് പ്ലേറ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് കാണാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. ലോങ് ടേം യൂസിന് വേണ്ടി അവർ ചെയ്തേക്കുന്ന ഒരു സാധനമാണ്. അല്ലാതെ വെറുതെ ആ ഒരു ഗോൾഡ് പെയിന്റിങ് അടിച്ച് വിട്ടേക്കുന്നല്ല കേട്ടോ. നമ്മുടെ സ്വർണ്ണം എന്ന് പറഞ്ഞ് കൊണ്ട് വിൽക്കാനൊന്നും പോലെ അവർ പിടിച്ച് കെട്ടി വെക്കുക. അവിടെ സ്വർണ്ണമല്ല, ഗോൾഡ് പ്ലേറ്റഡ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ആ ഒരു ക്വാളിറ്റിയിലൊരു വ്യത്യാസം വരുത്താൻ വേണ്ടിയുള്ള സാധനമാണ്. അതങ്ങനെ വെച്ച് കഴിഞ്ഞു. അപ്പോൾ രണ്ടും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര രസമാണ് കേട്ടോ ഈ ഒരു സാധനം കാണാനായിട്ട്. ഇനി നമുക്കിത് ചെവിയിലോട്ട് അങ്ങോട്ട് ചാർത്താം. വെക്കാൻ പറ്റൂല, ബഡ്സ് മാറ്റണം. എടുക്കുന്നു, ഇതിനെങ്ങനെ എടുക്കുമ്പോൾ അത് ഊരി വരും. ചെറിയ ബഡ്സ് ഇവിടെ എടുക്കുന്നു. സോ ഗൈസ്, ചെവിക്കകത്തെടുത്ത് വെക്കുമ്പോൾ ഈ ഒരു ലുക്കിലായിരിക്കും ഇരിക്കുന്നത്. നമുക്ക് സ്പെറ്റ്സ് ഒക്കെ വെക്കുന്ന ആൾക്കാർക്ക് ഇത് വലിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നതല്ല. ഈ ഒരു വയർ ഇങ്ങനെ കടന്ന് ഇവിടെ ദേഹത്ത് തട്ടും പോലെ ഒന്നും നമുക്ക് തോന്നില്ല. ഇവിടെ നെക്കിൽ അങ്ങനെയൊന്നും നമുക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നത്തില്ല. ചിലപ്പം ഇറിറ്റേറ്റ് ഒക്കെ ആവുമെന്നൊക്കെ തോന്നില്ലേ, അങ്ങനെ ഒരു സാധനമില്ല. ഈ ഒരു സാധനത്തിന് വലിയ വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ആപ്പിളിന്റെ സാധനമാണ് കേട്ടോ. നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. കണക്ട് ചെയ്യുമ്പോൾ ചില ഈ ഒരു കണക്ടറൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു മൂളല് നമുക്ക് കേൾക്കാൻ പറ്റും. പക്ഷെ ഇതിൽ ആ ഒരു മൂളല് കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ആ ഒരു മൈക്കാണ്. ഈ മൈക്കിൽ ഒരു സ്വിച്ച് വരുന്നുണ്ട്. ആ സ്വിച്ചിൽ കൂടെ നമുക്ക് പോസ് ചെയ്യാം, പ്ലേ ചെയ്യാം, നെക്സ്റ്റ് ട്രാക്ക്, പ്രീവിയസ് ട്രാക്ക് നമ്മൾ വയ്ക്കണേ. പ്ലേ ചെയ്തപ്പം ഒരു ബീപ്പ് സൗണ്ട് കേട്ട് ഒന്നുകൂടെ പ്രസ് ചെയ്യുമ്പം ആ ഒരു ബീപ്പ് സൗണ്ട് വീണ്ടും കേട്ടിട്ടുണ്ട്, പോസ് ആയിട്ടുള്ളത്. ഇപ്പൊ ഡബിൾ ടാപ്പ് ചെയ്ത കണ്ടാ, നിങ്ങൾ കേൾക്കാമോ സൗണ്ട്? മൈക്ക് എവിടെ? ആ പാട്ട് നിങ്ങൾ കേൾക്കാമോ എന്തോ? ഞാൻ എൻ്റെ മറ്റേ മൈക്ക് എടുത്ത് ഇവിടെ വെച്ച് തരാം. കണക്റ്റായി. കേൾക്കാമോ? ഇപ്പം പുറത്തുനിന്നുള്ള ഒരാൾക്ക് കേൾക്കാമോ എന്ന് വെച്ചതാ. ഇങ്ങനെ എന്നാൽ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ കേൾക്കാം. ഓക്കെ, ഫുൾ സൗണ്ടാണ് കേട്ടോ. ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽ ക്ലിയർ. പിന്നെ പ്രീവിയസ് ട്രാക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കിയാൽ 3 പ്രാവശ്യം ഇതാക്കുക. ഉണ്ടാ, ഉണ്ടാ, 3 പ്രാവശ്യം ടാപ്പ് ചെയ്ത് അങ്ങനെയൊക്കെ നിങ്ങൾ കേൾക്കാം. പോസ് ചെയ്യുമ്പോൾ നല്ല ഐസൊലേഷൻ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഇനി കോൾ കൂടെ വിളിച്ചു നോക്കാം. നമ്മൾ നായകൻ സൂര്യയാണ്, സിനിമയാണ് സൂര്യയാണ് ഞാൻ വിളിക്കുന്ന സുഹൃത്തുക്കളെ. ഒരു സ്പീക്കർ നിങ്ങൾക്ക് തരാം. പച്ചമ്പി, ക്വാളിറ്റി ഉണ്ടോ മൈക്കിന്? കേൾക്കാമോ ഞാൻ സംസാരിക്കുന്ന? പക്കയായിട്ട് കേൾക്കാമോ? പിന്നെ അല്ല, ഇത് 1.5 ലക്ഷം 1.5 ലക്ഷം രൂപയ്ക്ക് 1 രൂപ കുറവ്.
1000 രൂപ ഒരു IM അതിന്റെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു. 999 രൂപ. സൂപ്പർ സാധനം. ഓക്കെ ഓക്കെ സെറ്റ്. നീ എവിടെ? ഓക്കെ നീ അപ്പൊ വരുമ്പോ വിളി. ശരി ശരി. കട്ട് ചെയ്യാനാണെങ്കിൽ അതിൽ ഞെക്കുമ്പോൾ തന്നെ കട്ടാവുന്നതുമായിരിക്കും സുഹൃത്തുക്കളെ. സോ മൈക്കും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട്. നമുക്ക് ഇതിവിടെ വെച്ചേക്കാം. സോ ഇതാണ് ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ വേറെ ഇതൊന്നും ഇല്ല ഇതിനെ പറ്റി പറയാനായിട്ട്. നല്ല ക്വാളിറ്റിയുള്ള സാധനം കേട്ടോ. നല്ല ട്രാൻസ്പെറൻ്റ് ആണ് കേട്ടോ ഈ സാധനം. നല്ല ലുക്കിൽ നമുക്ക് കാണാൻ പറ്റും. ശരിക്കും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ സാധനം. സോ എനിക്ക് വെച്ചിട്ടും ഡിസ്കംഫർട്ട് കാര്യങ്ങളൊന്നും തോന്നില്ല. ഞാൻ ഇത് നിങ്ങൾക്ക് തരുന്നില്ല. ഇതേപോലത്തെ സെയിം സാധനം ഒന്നും കൂടെ ഓർഡർ ചെയ്ത് പൊട്ടിക്കാത്തൊരു പുതിയ പീസ് തന്നെ നിങ്ങൾക്ക് തരാം. ഇതെൻ്റെ ഇനിയിപ്പോൾ ഇരിക്കട്ടെ, കുഴപ്പമില്ല. എന്തോ എനിക്കിത് ഇഷ്ടപ്പെട്ടു, കാണാൻ നല്ല രസം, ഇഷ്ടപ്പെട്ടു. ഞാൻ പുതിയതൊരെണ്ണം ഓർഡർ ചെയ്ത് വാങ്ങിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, ലൈക്ക് ചെയ്യുക. 999 ലൈക്ക് ആകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ ഇത് നിങ്ങളുടെ ഒരാൾക്ക് വരാൻ പോവുകയാണ്. ഈ വീഡിയോ വരാൻ പോകുന്നത് ചൊവ്വാഴ്ച ആയിരിക്കും വരാൻ പോകുന്നത്. നെക്സ്റ്റ് ട്യൂസ്ഡേ വൈകുന്നേരം 5 മണിക്ക് ശേഷം രാത്രി ഏതെങ്കിലും ഒരു സമയത്ത് വന്നിട്ട് നമുക്ക് ലൈവ് വന്ന് ആ കമൻറ്റ് ലൈക്ക് കൂടുതലുള്ള ആരാണെന്ന് വെച്ചാൽ അവർക്ക് ഇത് കൊടുക്കാം കേട്ടോ. ഈ ഒരു പുതിയ സാധനം ഓർഡർ ചെയ്ത് കൊടുക്കാം. സംഭവം കൊള്ളാം, നല്ല രസമുണ്ട്. പിന്നെ ബ്ലൂടൂത്ത് കൂടുതൽ യൂസ് ചെയ്തിട്ട് ഇത് IM-ലോട്ട് പോകണവർ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങനെ വെച്ചുകൊണ്ട് തിരിങ്ങുന്ന പോലെ ഫോണൊക്കെ വന്ന് തറയിൽ വീണ് പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഇത് വെച്ചിട്ട് പോക്കറ്റിലൊക്കെ വെച്ചോണ്ടിരിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. നമുക്ക് വെക്കാനും എളുപ്പമാണ് കേട്ടോ. അതാ ഇങ്ങനെ എടുത്ത് വെച്ചാൽ മതി. സ്പെക്സ് വെച്ചേക്കുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെയുള്ളവർക്കൊന്നും ഒരു പ്രശ്നമില്ല. നമുക്ക് അടിപൊളി സാധനം. PC-യിലൊക്കെ യൂസ് ചെയ്യണവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് ഇപ്പം ഇവിടെയാണ് ഞാൻ PC ഗെയിം കളിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിലൊന്നും പ്രശ്നമില്ല. അല്ലെങ്കിൽ 3.5mm to 3.5mm അഡാപ്റ്റർ നിങ്ങൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മീറ്ററിൻ്റെ അഡാപ്റ്റർ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സാധനം മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ തൊട്ട് ഇങ്ങനെ അറ്റം വരെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് C വേണമെന്നുണ്ടെങ്കിൽ ഇത് എടുക്കുന്നു. ഇതിനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ ഇത് ഇളവി കൈ വരും. ഇത്രയേ ഉള്ളൂ പരിപാടി. സുഖ പരിപാടി. സോ കോൺസെപ്റ്റ് കാർട്ട് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഈ ഒരു സാധനം ഈ ഒരു ഗീവ് അവേ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരാൾക്ക് വാങ്ങിക്കാം കേട്ടോ. അല്ലാതെ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക. ആർക്കെങ്കിലും ഒരാൾക്ക് കിട്ടട്ടെ. അല്ലാതെ നിങ്ങൾ ചുമ്മാ പൈസ കൊണ്ട് കളയണതിന്. സോ ചാനൽ ആദ്യമായിട്ടുണ്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായിട്ട് കാണുമ്പോഴേക്കും ടാറ്റ.